വരുൺ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ചേരാൻ നിൽക്കുന്നു. വലിയ റാങ്കൊന്നും കിട്ടാത്തതുകൊണ്ട് വീടിനടുത്തൊന്നും കിട്ടിയില്ല. അങ്ങ് കോഴിക്കോടുള്ള ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് വാങ്ങി. അങ്ങനെ കോളേജിൽ തന്നെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിക്കുന്നു. അച്ഛനും അമ്മയും അവനെ അവിടെ കൊണ്ടാക്കുന്നു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടങ്ങി നല്ല പ്രതീക്ഷയോടെ തന്നെ വരുൺ എഞ്ചിനീയറിംഗ് പഠിത്തം ആരംഭിച്ചു. ഏതൊരു കോളേജിലെ പോലെ ഈ കോളേജിലും റാഗിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ വരുണിന്റെ സൗന്ദര്യം കാരണം അവന് ചില സീനിയേഴ്സ് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ലാബിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തടഞ്ഞു നിർത്തി ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, എന്നിട്ട് വരുണിന്റെ നിപ്പിൾസ് പിടിക്കുക, ചന്തിയിൽ പിടിക്കുക, ഇതൊക്കെയാണ് വരുൺ നേരിട്ട പ്രശ്നങ്ങൾ. പക്ഷെ വരുൺ ഇതൊന്നും അത്ര കാര്യമായി എടുത്തില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ഇത് അറിയിച്ചതുമില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ അവൻ അവിടെ തുടർന്നു. അങ്ങനെ ഇരിക്കെ അവരുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ വന്നു. എല്ലാവരും അതിൻ്റെ തിരക്കിലായി. ആർട്സിന് 2ാം ദിവസം വരുൺ ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് നടന്നു പോകുമ്പോൾ ചേട്ടന്മാർ അവനെ കയറി പിടിച്ചു. എന്നിട്ട് അവരുടെ ക്ലാസ്സിനടുത്തുള്ള ഒരു കെമിസ്ട്രി ലാബിൽ കയറ്റി കഥ കടച്ചു. വരുണിനോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞു. സീനിയേഴ്സ് എല്ലാവരും തന്നെ ഏകദേശം മദ്യപിച്ചിരുന്നു. വരുണിന് ചെറിയ രീതിയിൽ ആൺകുട്ടികളോട് താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരുമായി ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓടാൻ നോക്കി. അവരവനെ നിർബന്ധിച്ച് പിടിച്ചിരുത്തി അവരുടെ സിബ് അഴിച്ചു. അവർ ഓരോരുത്തരായി അവരുടെ സാധനം പുറത്തേക്കിട്ടു. എന്നിട്ട് വരുണിൻ്റെ മുഖം ബലം പ്രയോഗിച്ച് അവരുടെ കുണ്ണയിൽ മുട്ടിച്ചു. ആദ്യം കുറച്ച് എതിർപ്പ് കാട്ടിയെങ്കിലും പിന്നെ വരുണിന് വഴങ്ങേണ്ടി വന്നു. വരുൺ അവരുടെ കുണ്ണകൾ ചെറുതായി ഊമ്പാൻ തുടങ്ങി. നല്ല കുണ്ണ, നല്ല മുഴുത്ത സാധനം. ഒരു കുണ്ണ നല്ല മുഴുത്ത സാധനം, ബാക്കി രണ്ടും വലിയ വണ്ണമില്ലാത്തതും. സാവധാനം അവർ ഓരോരുത്തരുടെയും വായിലാക്കി ചപ്പാൻ തുടങ്ങി. എല്ലാവരും ഒരു രസത്തിൽ നിന്നു. അതിൻ്റെ ഇടയിൽ അവർ വരുണിൻ്റെ ഷർട്ട് തുറന്നു മുലയിൽ നന്നായി പിടിച്ചു. അത് ചുവന്നു തുടങ്ങി. എല്ലാവരും ആ ഒരു സുഖത്തിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് പാൽ വരാറായപ്പോൾ പെട്ടെന്നൊരു ശബ്ദം. വാട്ട്സ് ഹാപ്പനിങ് ദെയർ? ഓപ്പൺ ദ ഡോർ ഐ സേ. പാൽ തെറിച്ചു. ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജനലിൽ കൂടി ഇലക്ട്രിക്കലിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായ അശോക് സാർ കാണുന്നുണ്ടായിരുന്നു.